തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലീം, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇന്ന് തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ, കെ മുരളീധരനെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം. അതുപോലെ SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. അങ്ങനെ വാർത്താസമ്പന്നമാണ് തലസ്ഥാനം. വിവരങ്ങൾ സലീം മാലിക്. രജിത്ത്, തലസ്ഥാനത്ത് നിന്നും ഇന്ന് നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത SIRുമായി ബന്ധപ്പെട്ടുള്ളതാകും. കാരണം കേന്ദ്രം ഇന്ന് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളുടെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ കേരളത്തിൻ്റെ നിലപാടെന്ത് എന്നുള്ളത് തന്നെയാകും ഏറ്റവും നിർണായകം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഒരു കത്ത് മൂലം അറിയിച്ചിരുന്നു. വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ കരട് വോട്ടർ പട്ടിക ഒപ്പം തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ എന്യൂമറേഷൻ ഫോമുകൾ വീണ്ടും വിതരണം ചെയ്യണമെന്നതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യം അറിയിച്ചത്. വീഴ്ചകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു SIRുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ കേരളം ഏറ്റവും ഒടുവിൽ ഇടപെട്ടത്. കാരണം ഈ പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും ഇത്തവണത്തെ ഈ SIR പ്രകാരമുള്ള പുതിയ വോട്ടർ പട്ടിക പ്രകാരം അതിൽ പട്ടികയിൽ പേരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ആശങ്കകൾ അപ്പോൾ ഈ സാധാരണക്കാർക്ക് എങ്ങനെയാകും? അതുകൊണ്ട് തന്നെ 25 ലക്ഷത്തിലധികം പേർ ഈ പട്ടികയ്ക്ക് പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക കണക്ക് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ കരട് വോട്ടർ പട്ടിക പുറത്തു വരുന്നതോടുകൂടി തന്നെ ആരൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നതിൻ്റെ വിവരങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ശേഖരിക്കും. അതിനുശേഷം അതിലെ ആക്ഷേപങ്ങളും പ്രതിസന്ധികളും അറിയിക്കുകയും ചെയ്യും. ഒപ്പം സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കും എന്നുള്ളതാണ് SIRുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. അതും ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തിരുവനന്തപുരത്ത് നിന്ന് വരും. കാരണം ഇനി 3 ആഴ്ച മാത്രമാണ് ഇതിൻ്റെ അന്വേഷണ കാലാവധി ഉള്ളത്. അതിനിടയിൽ ബാക്കി കാര്യങ്ങൾ ഇനിയും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് നിലവിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്നത് ഈ തൊണ്ടി മുതൽ കണ്ടെത്താനാവാത്തതാണ്. ഇത്രയും കാലം അന്വേഷണം നടത്തുകയും നിരവധി അറസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടും തൊണ്ടി മുതൽ എവിടെ എന്നുള്ളതും ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണത്തിൻ്റെ അളവ് എത്ര എന്നുള്ളതിലും കൃത്യമായ ഒരു ധാരണയില്ല. തൊണ്ടി മുതലില്ലാതെ ഈ കേസ് അവസാനിപ്പിച്ചതിന് ശേഷം കോടതിയിലേക്ക് എത്തിയാൽ വലിയ തിരിച്ചടി നേരിടുമെന്ന് അന്വേഷണ സംഘം തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എത്രയും വേഗത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അവരുടെ ഇടപെടലുകൾ ദുരൂഹമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തൊണ്ടി മുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഗുണകരമാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉൾപ്പെടെ ഇനിയും ഉണ്ടാകും. സ്വർണം ഗോവർദ്ധൻ എത്തിച്ച് നൽകിയ കൽപേഷിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം നിലവിൽ ലക്ഷ്യമിടുന്നത്. ഏതെങ്കിലും നിലവിൽ കിട്ടിയതുപോലും ഈ സ്വർണം എന്ന നിലയിൽ വീണ്ടെടുത്തത് പോലും ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിയ സ്വർണ്ണമല്ല. അവിടെ നിന്ന് മോഷണം നടത്തിയതിന് സമാനമായ അത്രയും അളവ് സ്വർണ്ണമാണ് നിലവിൽ അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുള്ളത്. അതും വലിയ വിഷയമായി തന്നെ നിൽക്കുകയാണ്. ഒപ്പം തന്നെ കെ മുരളീധരനും കോൺഗ്രസ് രാഷ്ട്രീയവുമായി ചുറ്റിപ്പറ്റിയുള്ള ചില വാർത്തകളും തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടാകും. കെ മുരളീധരനെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കാനുള്ള താല്പര്യം ഒരു വിഭാഗം നേതാക്കൾ, തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വം അത് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലെ കെ മുരളീധരൻ്റെ നിലപാട് നിർണായകമാണ്. കാരണം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി കെ മുരളീധരൻ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മത്സരിക്കുന്നെങ്കിൽ വട്ടിയൂർക്കാവിൽ തന്നെയാകും മത്സരിക്കുക എന്നൊരു നിലപാട് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ എത്രത്തോളം തൃശ്ശൂരിലേക്ക് പോകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെയും ഒരു പൂർണ്ണതോതിലുള്ള വിവരവും ഇന്ന് പുറത്തു വരും. രജിത്ത്. ശരി, സലീം മാലിക്, ഇന്ന് തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രധാനമായും ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ, അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.